സംഗീത് പ്രതാപിൻ്റെ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത്. മാത്യു തോമസ്, നസ്ലിൻ, അനശ്വര രാജൻ ഇവരെപ്പോലെ ഒരേ സമയത്ത് എത്തിയിരിക്കുന്ന വ്യക്തികളായിരുന്നു ഇവരെല്ലാവരും. പക്ഷേ നസ്ലിൻ ഇവരെക്കാട്ടിലും എല്ലാം മുൻപന്തിയിൽ എത്തിയിരിക്കുന്നു. നസ്ലിന് എന്തെങ്കിലും മാജിക്കുണ്ടോ? കലാരംഗത്ത് വ്യത്യസ്തമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ആ ഒരു ലെവലുണ്ടെങ്കിലേ നമ്മൾ പ്രേക്ഷകർക്ക് അവരെ കാണുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് നസ്ലിന് വന്നത്. മാത്യു കെ തോമസിൻ്റെ സംസാരത്തിലും സംഗീത് പ്രതാപിൻ്റെ അഭിനയത്തിലും ഒക്കെ അങ്ങനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും വളരെ ആകർഷകരമായിട്ടുള്ള ലെവല് നമ്മളെ ബോറടിപ്പിച്ചാൽ അങ്ങനെയും പോയിട്ടുള്ള താരങ്ങളെ നമുക്കറിയാൻ പറ്റും. നസ്ലിൻ്റെ ഒരു നിഷ്കളങ്ക ഭാവം, സംസാരത്തിൻ്റെ ഒരു രീതി, അങ്ങനെ ബോറടിപ്പിക്കുന്ന സമയത്ത് കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നതിലുള്ള വൈദഗ്ധ്യം, ഈ ലെവലിലൂടെ നസ്ലിൻ ലോക എന്ന് പറയുന്ന സിനിമയിലും വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. കുട്ടിക്കാലം കഴിഞ്ഞാൽ യുവാക്കളിലേക്ക് എത്തുമ്പോൾ മാത്രമേ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാകുമായിരുന്നുള്ളൂ. കൗമാരക്കാരായിട്ടുള്ളവർക്ക് നിക്കറിൽ നിന്ന് ഫാൻറ്റിലേക്ക് അല്ലെങ്കിൽ മുണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നങ്ങൾ കാരണം അവർക്ക് വേഷങ്ങൾ കിട്ടാതിരുന്നൊരു കാലത്ത് തണ്ണീർ മത്തൻ എന്ന് പറയുന്ന സിനിമയിലാണ് ഇതിനൊക്കെ വലിയൊരു മാറ്റം ഉണ്ടായിരുന്നത്. തുടക്കം കുറിച്ചതും കൗമാരക്കാരായ ആൾക്കാർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു വലിയൊരു സ്റ്റാർട്ടിംഗ് പോയിൻ്റായിരുന്നു തണ്ണീർമത്തൻ ദിനങ്ങൾ. നസ്ലിൻ്റെ സ്ക്രീൻ പ്രസൻസ്, നസ്ലിനെ കണ്ടുകൊണ്ടിരിക്കുവാനായിട്ടുള്ള അവസ്ഥ, നസ്ലിൻ്റെ ആ സംസാര രീതി, ക്യൂരിയോസിറ്റി, ഇതൊക്കെ ഒരു പ്രേക്ഷകർക്ക് നസ്ലിനിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് മാറിയിരിക്കുന്നു. നസ്ലിൻ്റെ നിഷ്കളങ്ക ഭാവവും കൗമാരക്കാരെ മാത്രമല്ല യുവാക്കളെയും എന്തിനും മുതിർന്നവരെ പോലും ആ യുവാവിൻ്റെ സിനിമ കാണുവാനായിട്ട് ഉള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്നത് തന്നെ എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം. ആ ബോറടിപ്പിക്കാതെയുള്ള അഭിനയം, ബോറടിപ്പിക്കുന്ന രീതിയിൽ പോകാതെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ നസ്ലിന് സിനിമയിൽ ഒരു മികച്ച ഒരു ഭാവി ഉണ്ടാകാവുന്ന ഒരു യുവതാരം തന്നെയാണ് നസ്ലിൻ.